ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം. ഇന്ന് നമ്മൾ പോകുന്നത് ഗർണിയിലോട്ടാണ്. ഗർണി ഡ്രൈവ് എന്നത് പിനാങ്ങിലെ ഒരു ഫേമസ് ഷോപ്പിംഗ്, ഡൈനിങ് ആൻഡ് നൈറ്റ് ലൈഫ് സ്പോട്ടാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിലെ വീടുകളെല്ലാം ഒരു പ്രത്യേക ഭംഗിയിലാണ്. കാരണം ഇവിടെയുള്ള എല്ലാ വീടുകളും പണിഞ്ഞേക്കുന്ന ഒരു കൊളോണിയൽ ആർക്കിടെക്ചറൽ കീപ്പ് ചെയ്തുകൊണ്ടാണ്. ഇവിടെയുള്ള ചില വീടുകളൊക്കെ ശരിക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞതാണ്. 1786 മുതൽ 1963 വരെ പിനാങ് പല കൺട്രികളുടെ കോളനിയായിരുന്നു. ബ്രിട്ടീഷുകാർ ആദ്യം കോളനിയാക്കി, അതിനുശേഷം ജപ്പാൻ വരെ പിനാങ്ങിനെ കോളനിയാക്കി വെച്ചിട്ടുണ്ട്. 1963 പിനാങ് വീണ്ടും മലേഷ്യയുടെ ഭാഗമാകുന്നത്. പിനാങ് അത്രയും നാൾ പല രാജ്യങ്ങളുടെ കോളനിയായിട്ട് ഇരുന്നിട്ടുള്ളത് കൊണ്ട് പിനാങ്ങിൻ്റെ എഡ്യൂക്കേഷനിലും ഇൻഫ്രാസ്ട്രക്ചറിലും എല്ലാം ഒരു യൂറോപ്യൻ ടച്ച് കാണാനുണ്ട്. നമ്മളിപ്പം പോകുന്നത് ഗർണി ഡ്രൈവിലെ ഗർണി പ്ലാസ എന്ന് പറഞ്ഞൊരു മോള് കാണാനാണ്. ലോകത്തിലെ എല്ലാ വലിയ ബ്രാൻഡുകളുടെ ഷോപ്പും ഈ മോളിലുണ്ട്. ശരിക്കും ഈ പോക്കിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് എനിക്ക് ഒരു ക്യാമറ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ടെക് ട്രാവലീറ്റ് ബൈ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ ചാനലിലെ വീഡിയോയിൽ പുള്ളിയാണെങ്കിൽ തായ്ലൻഡിൽ പോയ സമയത്ത് പുള്ളിയുടെ ക്യാമറ താഴെ വീണ് പൊട്ടിയെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ആ ക്യാമറ തന്നെ, ആ സെയിം ക്യാമറ തന്നെ, ആ സെയിം എഡിഷൻ തന്നെ പുള്ളി വീണ്ടും വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിംഗ് മാളിൽ പോകുന്നതും കാണിച്ചു. ഞാൻ അപ്പോഴാണ് ആ ക്യാമറയുടെ ബ്രാൻഡ് ശ്രദ്ധിക്കുന്നത്. അത് ഡിജി എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ള ഒരു ക്യാമറയായിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ എനിക്കും ഡിജിയുടെ ഒരു ക്യാമറ വേണമെന്ന് ആഗ്രഹം. പൊട്ടിപ്പോയിട്ടും പുള്ളി അത് തന്നെ തിരിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതെന്തായാലും മോശം ബ്രാൻഡ് ആയിരിക്കത്തില്ലല്ലോ എന്ന് കരുതി അതിനെപ്പറ്റി ഒരു സ്റ്റഡിയൊക്കെ നടത്തി. അപ്പോൾ ഞാൻ കരുതി ഞാനും എന്തായാലും ഡിജിയുടെ ഷോറൂമിലൊന്ന് പോയി കാണാമെന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങൾ ഗർണി പ്ലാസയിലെ ഡിജിയുടെ ഷോറൂമിൽ പോവാണ്. ഷോറൂമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അവിടെ ചെന്നത് സത്യം പറഞ്ഞാൽ ആക്ഷൻ 4 വാങ്ങാൻ വേണ്ടിയാണ്. അവിടെ ചെന്ന് പോക്കറ്റ് 3 കണ്ടപ്പം എനിക്ക് ചെറിയൊരു ചാഞ്ചാട്ടം. സത്യം പറഞ്ഞാൽ ഗൈസ്, എൻ്റെ മനസ്സിലേക്ക് ആ വിഷം കുത്തി നിറച്ചത് എൻ്റെ ഭർത്താവാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്, നിനക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും, നിന്നെപ്പോലെ വീഡിയോ എടുക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് എന്നെ അത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ പുള്ളിക്കാരനോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഓൾറെഡി എനിക്കൊരു ചായ ഉണ്ടായിരുന്നു പോക്കറ്റ് 3യോട്. പിന്നെ പുള്ളിക്കാരൻ്റെ ആ ബ്രെയിൻ വാഷ് കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി പോക്കറ്റ് 3യിലേക്ക് അങ്ങ് വീണു. ആ സാധനം അവരുടെ സ്റ്റോക്കില്ല. അത് വേണമെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം. പ്രീ ബുക്ക് ചെയ്ത് മാക്സിമം 2 മാസം, മിനിമം എത്ര സമയത്തിനുള്ളിൽ അത് വരുമെന്ന് അവർക്ക് അറിയത്തില്ല. അതിനുള്ളിലേ കിട്ടത്തുള്ളൂ എന്നറിഞ്ഞു. വലിയ കാര്യമായിട്ട് തുള്ളിച്ചാടി പോയതാണ്. പക്ഷേ ഒന്നുമില്ല, തിരിച്ച് വരേണ്ട വന്നു. ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ക്യാമറ വന്നു കഴിയുമ്പം നിങ്ങളെ ഞാൻ അതെല്ലാം കാണിക്കാം, വിശദമായിട്ട് പറഞ്ഞുതരാം ക്യാമറയുടെ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ്. ആദ്യം വന്ന കാര്യം നടന്നില്ല. പിന്നെ ആ ക്ഷീണം തീർക്കാൻ വേണ്ടി വല്ലതും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ പോയി ഞങ്ങൾ 3 പേരും ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ വാങ്ങിച്ചത് 3 ഐറ്റമായിരുന്നു. 2 എണ്ണം സിസിലിംഗ് ഹോട്ട് പോട്ട് എന്നാണ് അതിൻ്റെ പേര്. അത് ന്യൂഡിൽസ്, ഈ കളറിലിരിക്കുന്ന സോയാ സോസ് ആയതുകൊണ്ട് അതിനകത്തുള്ളൊരു മുട്ട, പിന്നെ ചിക്കൻ, രണ്ടും സിസിലിംഗ് ഹോട്ട് പോട്ട് തന്നെയാണ്. പിന്നെ ഒരെണ്ണം നമ്മുടെ പ്ലേറ്റഡ് ഷവർമയാണ്. 4 വയസ്സുകാരന് ഇത്രയും ഫുഡ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ദുവി അതിൽ കുറച്ചേ കഴിക്കത്തുള്ളൂ. ബാക്കി 2 ഞങ്ങൾ അച്ഛനും അമ്മയും കൂടെ കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇര വിഴുങ്ങിയ പാമ്പിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല, ക്യാമറയും കിട്ടിയില്ല. പിന്നെ ആകെ ഒരു സന്തോഷം നിങ്ങളെ ഈ മോള് കാണിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. കുറച്ച് ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തരാനും പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.